ഹലോ, വെൽക്കം ബാക്ക് ടു ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്യാൻവയുടെ ഫസ്റ്റ് ക്ലാസ്സിലാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ക്യാൻവ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈനപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാൻവ എന്ന് പറയുമ്പോൾ മൊബൈലിലും കമ്പ്യൂട്ടറിലും ലാപ്പിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അതിന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം വർക്ക് ചെയ്യും. ഇപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗൂഗിൾ അക്കൗണ്ടെല്ലാം നൽകി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ്, നിങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് അടിക്കാം കേട്ടോ. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഷേസിലും വിടുത്തിലുള്ളൊരു ക്യാൻവാസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബാർ താഴത്തേക്ക് വലിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ഭാഗത്തെ ഹെഡർ എന്ന് വിളിക്കുന്നു കേട്ടോ. ഈ ഹെഡറിലാണ് ഡൗൺലോഡ്, ഷെയർ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നത്. പിന്നെ ഉള്ളത് ആ വൈറ്റ് ഭാഗത്തെ ക്യാൻവാസ് എന്ന് വിളിക്കുന്നു. ആ ക്യാൻവാസിലാണ് നമ്മൾ ഡിസൈൻ എല്ലാം കൊണ്ടുവരിക. അതിൻ്റെ ഏറ്റവും താഴെയുള്ളതിനെ ഒബ്ജക്റ്റ് പാനൽ എന്ന് വിളിക്കുന്നു. ഈ ഒബ്ജക്റ്റ് പാനൽ ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ക്യാമറ, ബ്രാൻഡ്, അപ്ലോഡ്സ്, ഡ്രോ, പ്രൊജക്റ്റ്, ആപ്സ്, ബൾക്ക് ക്രിയേറ്റ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് രൂപത്തിൽ ഡിസൈൻ ചെയ്യാം. ഒന്ന്, ഈ ഡിസൈൻ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ ഇവിടെ സെർച്ച് ചെയ്തിട്ട് അതിന് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയും. ഇനി ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് ഇനി ഇതിൽ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം റീപ്ലേസ്, ജസ്റ്റ് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലുള്ള ഫോട്ടോ മാറ്റാനായിട്ട് റീപ്ലേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ പുതിയതായിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ടെക്സ്റ്റ് ഡബിൾ ടാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റും ചേഞ്ച് ചെയ്യാം. ഇവിടെ വിഷിംഗ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇതിനാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒന്നുകൂടി പറയാം, നമ്മളൊരു ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ബോർഡായിരിക്കും ഉണ്ടാവുക. അതിൽ ഡിസൈൻ എന്നുള്ള ഭാഗത്ത് പോയാൽ നമുക്ക് വേണ്ട ഡിസൈൻ ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കാർഡ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റർ വരും. ഞാനിവിടെ വിന്നറിന് സെർച്ച് ചെയ്യാം കേട്ടോ. ഒരു വിന്നർ അനൗൺസ്, ഒരു ഗിവ് അവേൻ്റെ വിന്നർ അനൗൺസ് ചെയ്യാനുള്ള പോസ്റ്റർ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ വിന്നറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പോസ്റ്ററേക്കാരും വരാം. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഫോട്ടോസെല്ലാം ചേഞ്ച് ചെയ്യാം. ഈ വേണ്ട ഫോട്ടോസുമേൽ ഏത് ഫോട്ടോ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫോട്ടോമേ ജസ്റ്റ് പ്രസ് ചെയ്യാം. എന്നിട്ട് റീപ്ലേസ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് കൊടുക്കാനുള്ള ഫോട്ടോ ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഫോട്ടോ മാറില്ലേ. അതുപോലെ തന്നെ ഓരോ ഫോട്ടോയും അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം മാറ്റാം. ഈ ഗിവ് അവേ എന്നുള്ളത് നമുക്ക് വേറെ എന്തെങ്കിലും ആണ് ഈ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യാം. എന്താ വേണ്ടത് വെച്ചാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇതിനാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ടെംപ്ലേറ്റും അവൈലബിൾ ആണ്. ഏത് ടെംപ്ലേറ്റും ആണെങ്കിലും നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ വിന്നർ എന്നാണ് സെർച്ച് ചെയ്ത്, ഇനിയിപ്പം വെഡ്ഡിങ്ങിൻ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ കാർഡ് ഉണ്ടാക്കാനാണെങ്കിൽ വെഡ്ഡിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി. വെഡ്ഡിങ് ഇൻവിറ്റേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വന്നു കണ്ടോ. ഒരുപാട് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് റീപ്ലേസ് കറണ്ട് പേജ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക, ഇതിലുള്ള ഓരോ നമുക്ക് എഡിറ്റ് ചെയ്യാം. ആദ്യം ഈ ടെക്സ്റ്റ് മേൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേര് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഓരോരോ പേരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേഞ്ച് ചെയ്യാം.
അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതാണ് ടെംപ്ലേറ്റ് വെച്ച് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ രൂപം കേട്ടോ. ഇനി ടെംപ്ലേറ്റ് വെച്ച് ഡിസൈൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ കളറെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ എന്ന ഓപ്ഷൻ വന്നല്ലേ, ആ കളർ എന്നുള്ളതിൽ നമുക്ക് വേണ്ട കളർ എന്ത് ചെയ്യുക അവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാം. ഇതിലുള്ള ഫോട്ടോ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത് വെഡ്ഡിങ്ങിൻ്റെ പോസ്റ്റ് ആണ് തന്നെ, ഇവിടെ നമുക്ക് ബ്രൈഡ്സിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് എന്നുള്ള ഇതിലെന്ത് ചെയ്യാം, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഓരോ ഫോട്ടോ അവിടെ വിസിബിൾ ആവും. അങ്ങനെയാണ് ടെംപ്ലേറ്റ് വെച്ച് ഡിസൈൻ ചെയ്യാം. ഈ വേറെ ടെംപ്ലേറ്റും കൂടി നമുക്ക് നോക്കി നോക്കാം അതിൽ. ഇപ്പോൾ വെഡ്ഡിങ് എല്ലാം നോക്കിയാൽ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാം, ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് തംബ്നെയിൽ തന്നെ സെർച്ച് ചെയ്യാം. യൂട്യൂബ് തംബ്നെയിൽ. ഇപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഇൻബിൽഡ് യൂട്യൂബ് തംബ്നെയിൽ വന്നിട്ടുണ്ടല്ലേ. നമുക്കിതൊന്നും വേണ്ട, നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു പേജാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് വലിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ക്യാൻവാസ് വന്ന് പ്ലെയിൻ ആയിട്ടില്ലേ, നമുക്ക് സ്വന്തമായിട്ട് ഇതിൽ ഓരോന്നായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി അതെല്ലാം ഇതിൽ ആൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചാൽ തംബ്നെയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസൈൻ എന്നുള്ള ഭാഗത്ത് വരിക. എന്നിട്ട് ഇതിൽ നിന്ന് വേണ്ട ടെംപ്ലേറ്റ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഫോട്ടോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മനുഷ്യൻ്റെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. നമുക്കിത് ഗാലറിയിൽ നിന്ന് ഒരാളെ ഫോട്ടോയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ജസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഈ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞുതരാം. എലമെൻറ്റ്സ്, ഡിസൈൻ്റെ അപ്പുറത്തുള്ള എലമെൻറ്റ്സ്, ഈ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സെർച്ച് എലമെൻറ്റ്സ് എന്ന് കാണാം അല്ലേ. അതിൽ ഫോട്ടോസ് എന്നുണ്ടാവും. 1, 2, 3. മൂന്നാമത്തേൽ വലത് ഇടത് സൈഡിൽ മൂന്നാമത്തേത് ഫോട്ടോസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട ഫോട്ടോസ് സെർച്ച് ചെയ്തിട്ട് അങ്ങനെയും ഫോട്ടോ എടുക്കാം. നമ്മൾ ടീച്ചർ എടുക്കുന്നതിൽ ടീച്ചറും സെർച്ച് ചെയ്തു. ഇപ്പോൾ ഇതിൽ ടീച്ചറെ ഫോട്ടോ വിസിബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ടീച്ചറെ ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ടീച്ചറെ ഫോട്ടോ ഇതിൽ കറക്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ക്യാൻവ പ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബീജ് റിമൂവർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. 1, 2, 3, 4 നാലാമത്തെ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. കാണിച്ചുതരാം. ആ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ പ്രോയിലാണ് വരുന്നത് കേട്ടോ. ക്യാൻവ പ്രോയിലാണ് വരുന്നത്. ഇപ്പോൾ ക്യാൻവ പ്രോ വളരെ കുറഞ്ഞ ചാർജിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ആക്ടിവേഷൻ ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്താൽ മതി. ശരിക്കും ക്യാൻവ പ്രോയ്ക്ക് ഒരു വർഷത്തേക്ക് 4000 വരുന്നുണ്ട്. അത് ഞങ്ങളെ ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിന് 399 399 വരുള്ളൂ കേട്ടോ. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള എലമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഡിസൈൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നമുക്ക് എന്ത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഇതിൽ തന്നെ തംബ്നെയിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ക്ലാസ്സിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്ലാസ്സിന് പറ്റിയിട്ടുള്ള ഒരുപാട് തംബ്നെയിൽ വരും കേട്ടോ. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇംഗ്ലീഷും കൂടെ കൊടുക്കാം കേട്ടോ.
ഇതുപോലെ നമുക്ക് പോസ്റ്ററൊക്കെ ഉണ്ടാക്കാം. ഈ ഫോട്ടോ ഒക്കെ റീപ്ലേസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഫോട്ടോ അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഡിസൈൻ ഇങ്ങനെയാണ്. ഇനി അതല്ല നമുക്ക് എഡ്യൂക്കേഷൻ അല്ല, നമ്മൾ ട്രാവൽ വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ട്രാവൽ വ്ളോഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, വ്ളോഗ് എന്ന് സെർച്ച് ചെയ്താൽ മതി. വ്ളോഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്ളോഗ് വരും അല്ലേ. നമുക്ക് വേണ്ട വ്ളോഗ് എന്ത് ചെയ്യുക, അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റീപ്ലേസ് കറൻറ്റ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഫോട്ടോ നമുക്കിവിടെ നമ്മളെ ഫോട്ടോ കൊടുക്കാം. ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ മതി. സെറ്റായിട്ട് നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒരു എലമെൻറ്റ്സ് എന്നുള്ള എടുക്കുന്നു. ഇതിപ്പോൾ നേരത്തെ എടുത്തിരുന്ന ഒരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫോട്ടോയുടെ കൊടുത്തിട്ട് നോക്കാം നമുക്ക്. അതിന് ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് 4ാമത്തെ ഓപ്ഷൻ ബീജ് റിമൂവർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി. ഇനി ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഫോട്ടോ കറക്റ്റ് പൊസിഷനിൽ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡിസൈൻ ഉപയോഗിച്ച് ഒരു പോസ്റ്റർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.